ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ലവ് ബൈറ്റ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ പ്രിയൻ ഇന്നും നിങ്ങളുടെ അരികിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇന്നലെ നിങ്ങളോട് ചൊല്ലണമെന്ന് വിചാരിച്ചൊരു കവിതയാണ്. എന്തായാലും ആ കവിത ചൊല്ലിക്കൊണ്ട് ഇന്ന് നമുക്ക് ആരംഭിക്കാം. ഇരവിൽ ഒരിത്തിരി നേരമേ കിട്ടിയുള്ളൊരു മാത്ര കണ്ണനൊന്നോടി വന്നു, രാധയെ നീലവിരിമാറിലെങ്ങലോടൊന്നണച്ചു. ഒരു ചുംബനം മാത്രമേകി എൻ രാധികെ പിരിയുന്നു ഞാൻ എന്നു മാത്രമോതി. ഇരുളിൽ മറഞ്ഞു, നിലാവ് മാഞ്ഞു, വിണ്ണിൽ ഇടിവെട്ടിയെല്ലാം കരിഞ്ഞണഞ്ഞു. ഇത് സുഗതകുമാരി ടീച്ചറുടെ രാധ എവിടെ എന്ന കവിതയാണ്. മധുരയിലേക്ക് പോയ കണ്ണനെ ഓർത്തിരിക്കുന്ന വിരഹാർദ്രയായ രാധയുടെ വേദനയാണ് ഈ കവിതയിൽ മുഴുവനുമുള്ളത്. എന്താണ്, പ്രിയൻ എന്നും വിരഹത്തെ വിടാൻ തീരുമാനിച്ചിട്ടില്ലേ എന്ന് കരുതുന്നുണ്ടാവും നിങ്ങളല്ലേ? തീർച്ചയായിട്ടുമില്ല. ഇന്ന് കൃഷ്ണന്റെയും രാധയുടെയും പ്രണയത്തെ ഓർക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. അതായത് കൃഷ്ണൻ ചെറിയ ചെറിയ നുണകളും ചെറിയ ചെറിയ കള്ളത്തരങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ പ്രണയത്തിൽ, പ്രത്യേകിച്ച് രാധയോടുള്ള പ്രണയത്തിൽ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ പ്രണയത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പാർട്സും. ഇന്ന് പ്രിയനും സംസാരിക്കുന്നത് പ്രണയത്തിലെ അത്തരം ചെറിയ നുണകളെക്കുറിച്ചാണ്. കാത്തിരിക്കുക. എന്തായാലും ഇപ്പോൾ അടുത്ത ഗാനം എത്തുകയാണ്. ക്ലബ് FM ലവ് ബൈറ്റ്സിലൂടെ നിങ്ങളുടെ കൂടെ ഞാൻ പ്രിയൻ. Once again, welcome back to Club FM Love Bites-മായി ഞാൻ പ്രിയൻ വീണ്ടും നിങ്ങളുടെ അരികിലുണ്ട്. നമ്മൾ ഇന്ന് തുടക്കത്തിന് വേണ്ടി ഒന്ന് കൃഷ്ണന്റെയും രാധയുടെയും പ്രണയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. കൃഷ്ണന്റെ ചെറിയ ചെറിയ കള്ളത്തരങ്ങളെക്കുറിച്ച്, കുസൃതികളെക്കുറിച്ച്. പലപ്പോഴും രാധയ്ക്ക് അറിയാമായിരുന്നു കൃഷ്ണൻ പറയുന്നത് തന്നെ പറ്റിക്കാൻ വേണ്ടിയാണെന്ന്. അവരത് പരസ്പരം എൻജോയ് ചെയ്തിരുന്നു. അതൊക്കെ തന്നെയാണ് കൃഷ്ണന്റെയും രാധയുടെയും പ്രണയത്തിന്റെ ഏറ്റവും നൈർമല്യവും ഏറ്റവും നിഷ്കളങ്കവുമായ ഭാഗമായി നമുക്ക് പറയാൻ കഴിയുന്നത്, അല്ലേ? എന്തായാലും ഇന്ന് നമ്മൾ പ്രണയത്തിലുണ്ടായിട്ടുള്ള അത്തരം ചെറിയ ചെറിയ നുണകളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് ഒരു റിലേഷനിൽ ചിലപ്പോൾ അത്യാവശ്യം ചെറിയ ചെറിയ നുണകളൊക്കെ നമ്മൾ പറയേണ്ടി വരാറുണ്ട്. നമ്മുടെ കൂടെയുള്ള ആൾ വിഷമിക്കരുത് എന്ന സതുദ്ദേശത്തോടു കൂടിയായിരിക്കും പലപ്പോഴും നമ്മളിത് പറയുന്നത്. പ്രണയത്തിൽ പിന്നീട് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായി മാറാറുണ്ട്, അല്ലേ? എന്നോട് അന്നാലും നുണ പറഞ്ഞല്ലോ എന്നൊരു ചിന്ത. അപ്പോൾ പ്രിയൻ എന്ന് ചോദിക്കുന്നത്, പ്രണയബന്ധത്തിൽ നമ്മുടെ ലവറിനെ ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് കരുതിക്കൊണ്ട് ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ പറയുന്നത് ശരിയാണോ? അങ്ങനെ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാൻ ഈ ചോദ്യം പോസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ കമൻസിനായി ഞാൻ കാത്തിരിക്കുകയാണ്. സ്റ്റേ ട്യൂൺ ടു ക്ലബ് FM ലവ് ബൈറ്റ്സ്. ഇപ്പോഴെത്തുന്നു നിങ്ങൾക്കായി അടുത്ത ഗാനം. നമസ്കാരം. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ ക്ലബ് FM ലവ് ബൈറ്റ്സിലേക്ക് ഞാൻ പ്രിയൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത്, പ്രണയത്തിൽ ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അത് ആക്സെപ്റ്റബിൾ ആണോ എന്നായിരുന്നു, അല്ലേ? നമ്മളോടൊപ്പം ആദ്യത്തെ കൂട്ടുകാരൻ എത്തിയിട്ടുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം, ശബരിയെ. ഹായ് ശബരി, നമസ്കാരം. ഹലോ. ഹായ് ശബരി, എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാം. ഓ, +2 കഴിഞ്ഞ ഡിഗ്രിക്ക്. ഓക്കെ. പ്രണയമുണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അത് ശരി. ദാ വന്നു, ദേ പോയി, അല്ലേ? ഓക്കെ. ഇപ്പൊ ഞാൻ ചോദിക്കുന്നതേ ശബരി, ഈ പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ ചെറിയ കള്ളത്തരമൊക്കെ പറയാറുണ്ട്, അല്ലേ? ശബരിയും പറഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു. അങ്ങനെ പറയുന്നത് നല്ലതാണോ, ആക്സെപ്റ്റബിൾ ആണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് അക്സെപ്റ്റബിൾ അല്ലെന്നാണ് എന്റെ ഒരു കൺസെപ്റ്റ്. അത് ശരി. അപ്പൊ ശബരി പറഞ്ഞിട്ടുമുണ്ട്, അല്ലേ? അപ്പൊ അക്സെപ്റ്റബിൾ അല്ല എന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ എന്തിനാ പറഞ്ഞത്? അത് വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിട്ടാ പറഞ്ഞത്. ആണോ? ഓക്കെ. അപ്പൊ നമ്മള് ചില നഗ്നസത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ പ്രണയിനി വേദനിക്കും എന്ന് നമുക്ക് തിരിച്ചറിവുണ്ട്, അല്ലേ? ഓക്കെ. എന്തായാലും ഇപ്പൊ ആ പ്രണയിനി കൂടെ ഇല്ലല്ലോ. ഇതൊക്കെ കൊണ്ടാണ് പ്രണയിനി ഇപ്പൊ കൂടെ ഇല്ലാത്തത്, അല്ലേ? ശരി. ശബരി പറയൂ, ശബരി ആർക്കാണ് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്? അടുത്ത പാട്ട് എനിക്ക് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് എന്റെ ലവറായ ജാഹിറയ്ക്ക്. പിന്നെ എന്റെ അത് പുതിയ ആളാണോ? അല്ലല്ല, പഴയ ലവറിന് തന്നെയാണ്, അല്ലേ? ഒരേ ഒരാളെ ഉള്ളൂ. ശരി. എന്റെ ഫ്രണ്ട്സിനും. ഓക്കെ. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ. താങ്ക് യു സോ മച്ച് ശബരി. ഇതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ പ്രിയൻ കാത്തിരിക്കുകയാണ്. ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ നിങ്ങളുടെ കമന്റ്സ് എനിക്ക് ആവശ്യമുണ്ട്. ഇനി അടുത്ത ഗാനം കേൾക്കാം ലവ് ബൈറ്റ്സിൽ.
ഒരിക്കൽ കൂടി സ്വാഗതം. ക്ലബ് FM ലവ് ബൈറ്റ്സിൽ ഞാൻ പ്രിയൻ നിങ്ങളുടെ കാതോരത്ത് തന്നെയുണ്ട്. നമ്മൾ പ്രണയത്തിൽ ചിലപ്പോഴൊക്കെ പറയേണ്ടി വരുന്ന ചെറിയ കൊച്ചു കൊച്ചു നുണകൾ, അതായത് നമ്മുടെ പാർട്ട്ണറിനെ വേദനിപ്പിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ചെറിയ ചെറിയ നുണകളായിരിക്കും. പിന്നീട് അത് വലിയ മുറിവുകളായി, വേദനകളായി, ചിലപ്പോൾ ആ റിലേഷൻ തന്നെ ബ്രേക്കപ്പ് ആവുന്ന അവസ്ഥകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് പലപ്പോഴും. ഇത്തരം പ്രണയബന്ധങ്ങളിൽ നമുക്ക് ചെറിയ ചെറിയ കള്ളത്തരങ്ങളുടെ ആവശ്യമുണ്ടോ? ആക്സെപ്റ്റബിൾ ആണോ എന്നതാണ് ചോദ്യം. എത്രയൊക്കെ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കേണ്ടി വന്നാലും, എത്രയൊക്കെ ആർഗ്യൂ ചെയ്യേണ്ടി വന്നാലും സത്യത്തിന് വേണ്ടി അത് സത്യമായി തന്നെ പറയുന്നതാണ് നല്ലത് എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ എന്തെങ്കിലും പാർട്ട്ണറിൽ നിന്നും മറക്കേണ്ടി വരുന്ന ഒരവസ്ഥ, സത്യത്തിൽ അത്തരത്തിലൊരവസ്ഥ ഉണ്ടാവാതെ നോക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? എന്തായാലും നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം. CLUBFM എന്ന് ടൈപ്പ് ചെയ്ത് ഒരു സ്പേസ് ഇട്ട് നിങ്ങളുടെ പേരും ചേർത്ത് 56070 എന്ന നമ്പറിലേക്ക് എനിക്ക് മെസ്സേജുകൾ അയക്കുക. കൂട്ടത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നല്ല മനോഹരങ്ങളായിട്ടുള്ള ഗാനങ്ങൾ സമ്മാനിക്കുകയും ചെയ്യാം. കാത്തിരിക്കുക. അടുത്ത ഗാനം എത്തുകയാണ് ഇപ്പോൾ ക്ലബ് FM ലവ് ബൈറ്റ്സിൽ.